ഗുഡ് മോർണിംഗ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് സ്റ്റോപ്പ് ചെയ്തത് റിപ്പോർട്ടർ സ്പീച്ചിൽ വരുന്ന നെസസറി ചേഞ്ചസ് ആയിരുന്നു. എന്താണ് വെൻ ദീസ് വേർഡ്സ് ആർ ചേഞ്ചിങ് some changes. There is some changes in these words, that is I, me, my, mine, we, this, here, today. These are changed and transformed in reporter speech. സോ ദാറ്റ് ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടർ സ്പീച്ചിൽ നമ്മൾ ചേഞ്ചസ് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, ടെൻസിന് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. വാട്ട് ആർ ദ ചേഞ്ചസ് ഓഫ് ടെൻസസ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച് ടെൻസ് ചേഞ്ച് നെസസറി. സോ വി ആർ കൺവേർട്ടിംഗ് ടു ഡയറക്റ്റ് സ്പീച്ച് ഇൻ ആൻ ഇൻഡയറക്റ്റ് സ്പീച്ച്. ദർ ഇസ് എ ചേഞ്ച് ഈസ് നെസസറി ഫോർ ദാറ്റ്. എല്ലായ്പ്പോഴും ചേഞ്ചസ് നെസസറി ആണ്. അപ്പോൾ അതെന്താണ്, ഡയറക്റ്റ് സ്പീച്ചിലെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ ചേഞ്ചസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇവിടെ വ്യക്തമാകുമെന്ന് കരുതുന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നുള്ളതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. സബ്ജക്റ്റ് പ്ലസ് SORES അല്ലെ, V1 പ്ലസ് SORES. സബ്ജക്റ്റിൻ്റെ ഒപ്പം വേർബിൻ്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ അതിനൊപ്പം SORES. ഫസ്റ്റ് ഫോമിൽ എസും ഇഎസും ചേഞ്ച് സബ്ജക്റ്റിനനുസരിച്ച് വ്യത്യാസം വരും. അതാണ് എന്ത്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഹി എക്സ്പ്ലെയിൻഡ് കൊമ എന്നിട്ട് ഡബിൾ ഇൻവേർട്ടഡ് കൊമയിലിടും. എപ്പോഴും ഡയറക്റ്റ് സ്പീച്ചിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ഡബിൾ ഇൻവേർട്ടഡ് കൊമയിലിടും. ഐ നെവർ ഈറ്റ് മീറ്റ്. എന്താണ്, ഐ നെവർ ഈറ്റാണ് വന്നത്. ലേറ്റ് വന്നുകൊണ്ട് തന്നെ പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ. സോ എന്താണ്, ഐ നെവർ ഈറ്റ് മീറ്റ്. ഇനി അതിൻ്റെ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ, കൺവേർട്ടിങ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന നെസസറി ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ എന്താണ്, സിമ്പിൾ പാസ്റ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്താണ്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് സിമ്പിൾ പാസ്റ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് ഇവിടെ എന്താണ്, ആക്ച്വലി റിപ്പോർട്ടിംഗ് വേർബ് എന്ന് വെച്ചാൽ ഇതിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഈ എക്സ്പ്ലെയിൻഡ് ആണ് ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ്. പറയുന്നത് എന്താണോ, ഹി സെഡ് എന്ന് പറയുമ്പോൾ അവിടെ സെഡ് ആണ് റിപ്പോർട്ടിംഗ് വേർബ്. ഹി ടോൾഡ് എന്ന് പറയുമ്പോൾ അവിടെ ടോൾഡ് ആണ് റിപ്പോർട്ടിംഗ് വേർബ്. ഹി എക്സ്ക്ലെയിംഡ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലെയിംഡ് ആണ് റിപ്പോർട്ടിംഗ് വേർബ്. ഹി ഓർഡേർഡ് എന്ന് പറയുമ്പോൾ ഓർഡേർഡ് ആണ് റിപ്പോർട്ടിംഗ് വേർബ്. അപ്പോൾ റിപ്പോർട്ടിംഗ് വേർബിൽ ചേഞ്ചസ് വരും. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ച് റിപ്പോർട്ടിംഗ് വേർബിൽ ചേഞ്ച് ഉണ്ടാവും. ഇവിടെ എക്സ്പ്ലെയിൻഡ് എന്ന് വെച്ചാൽ ഒരു കാര്യം പറയുകയാണ്. സോ എക്സ്പ്ലെയിൻഡ് ആണ് ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ്. സോ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സ്പീച്ചിൽ ഒന്നിനെ എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണുന്ന ഈ എന്താണ്, ഈ ഇവിടെ കാണുന്നില്ലേ, ഈ കൊമയും ഈ ഇൻവേർട്ടഡ് ഡബിൾ ഇൻവേർട്ടഡ് കൊമയും സിംഗിൾ കൊമയും ഒക്കെ നമുക്ക് ഒഴിവാക്കണം. റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ റിപ്പോർട്ട് എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ദാറ്റ് എന്നുള്ളൊരു കൺജങ്ഷൻ, ദാറ്റ് എന്നുള്ളൊരു വേർഡ് അവിടെ അതിനെ രണ്ടിനെയും കൺജങ്ഷനായിട്ട് അവിടെ യൂസ് ചെയ്യും. ജോയിൻ ചെയ്യാൻ വേണ്ടി കണക്ഷൻ വേർഡായിട്ട് യൂസ് ചെയ്യും. സോ ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഹി നെവർ എയ്റ്റ് മീറ്റ്. കാരണം സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോർമാറ്റ് എന്താ, സബ്ജക്റ്റ് പ്ലസ് V2. ഇവിടെ സബ്ജക്റ്റ് എന്താണ്, ഐ ആണ്. ഐ എന്തായിട്ട് മാറും, നമ്മൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതല്ലേ. ഐ എന്തായിട്ട് മാറും, ഹി ഓർ ഷീ ആയിട്ട് മാറും. ഇവിടെ ഹി ആയിട്ടാണ് പറയുന്നത്. ഐ എന്തായിട്ട് മാറും, ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഹി നെവർ എയ്റ്റ് മീറ്റ്. അവിടെ എയ്റ്റ് എന്നുള്ളത് ഈറ്റനാണ്, V2 ആണ്. സോ സിമ്പിൾ പാസ്റ്റാക്കി മാറ്റി അല്ലേ. സബ്ജക്റ്റ് പ്ലസ് V2 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലേ. അപ്പോൾ അങ്ങനെ കുറേ എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു യൂസബിളായിട്ട് അത് നമ്മൾ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തേത് എന്താണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്.
ഹി സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ആൻ. പ്രസൻറ്റ് കണ്ടിന്യൂസിലെ ഒരു ടെൻസ് അല്ലെ പ്രസൻറ്റ് കണ്ടിന്യൂസിലെ ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ ഏത് രീതിയിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. സബ്ജക്റ്റിൻ്റെ ഒപ്പം ഈസു ആമു ആറ്, അത് സബ്ജക്റ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഈസാണോ ആമാറോ എന്താണ് നമുക്ക് ചൂസ് ചെയ്യാം. സോ സബ്ജക്റ്റിനനുസരിച്ച് ഈസു ആമോ ആറും വ്യത്യാസപ്പെടും. പിന്നെ എന്താണ് വേർബിൻ്റെ ING ഫോമാണ് കൂടെ ചേർക്കേണ്ടത്. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഹീ സെഡ് ആണ്. അപ്പോൾ അവിടെ റിപ്പോർട്ടിംഗ് വേർബ് സെഡ് ആണ്. കോമ ഇട്ടു, ഡബിൾ ഇൻവേർട്ടഡ് കോമ ഇട്ടു, ഐ ആം വെയിറ്റിംഗ് ഫോർ ആൻ. ഞാൻ എന്താണ് ഐ സബ്ജക്റ്റാണ്, ഐ വന്നത് കൊണ്ടാണ് ആം വന്നത് അല്ലേ. അതിൻ്റെ ഒപ്പം ഈസ് ആം ആർ ലേമല്ലേ വരുള്ളൂ. ദെൻ വെയിറ്റിംഗ്. ഞാനിപ്പോൾ പറയുമ്പോൾ എല്ലാ കാര്യവും ഞാൻ നോട്ട് ഒരു പക്ഷേ തന്നില്ലേ, നിങ്ങൾക്ക് വേണ്ട ലെക്ചർ നോട്ടും കൂടെ നിങ്ങൾ എഴുതിയെടുക്കണേ. സോ ഐ ആം വെയിറ്റിംഗ് ഫോർ ആൻ. ഐ സബ്ജക്റ്റാണ്. സോ ഇവിടെ ഐ ആം വെയിറ്റിംഗ് ഫോർ ആൻ. അപ്പോൾ അതിന് നമ്മൾ എന്താക്കി മാറ്റണം? പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് ഡയറക്റ്റ് സ്പീച്ച് ഉള്ളത്. അങ്ങനെ ഒരു സെൻറ്റൻസ് തരികയാണ് നമുക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാസ്റ്റ് കണ്ടിന്യൂസ്, ജസ്റ്റ് സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. എങ്ങനെയാണ് മാറ്റിയെന്ന് നോക്കൂ. ഹീ കൊടുത്തു, സെഡ് കൊടുത്തു, ദാറ്റ്, ഞാൻ പറഞ്ഞില്ലേ കൺജങ്ഷൻ വേർഡായി ദാറ്റ് കൊടുത്തു. എന്താണ് അവിടെ അയാമാണ്. അയാം എന്നുള്ളത് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഐ യൂസ് ചെയ്തുകൂടാ. ഒന്നുകിൽ ഹീ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷീ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഹീ യൂസ് ചെയ്തു. ഹീൻ്റെ ഒപ്പം എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമാറ്റ് എന്താ? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഇവിടെ ഹീ സബ്ജക്റ്റ് ആകുമ്പോൾ വാസ് ആണോ വെയർ ആണോ നമുക്ക് എടുക്കാൻ പറ്റുക? ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് വാസ് അല്ലേ. വാസ് ആണ് നമ്മൾ. സോ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഹി വാസ് വെയിറ്റിംഗ് അല്ലേ. ഹി വാസ് പിന്നെ ING ഫോമാണ്. വെയിറ്റ് എന്താണ് വെയിറ്റിംഗ് തന്നെയാണ് അവിടെയുള്ളത്. വെയിറ്റിംഗ് ഫോർ ആൻ, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ വളരെ സിമ്പിളാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് തരുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് മൂന്നാമത്തേത് എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ചേഞ്ചസ് ആണ് പറയുന്നത്. ഹി സെഡ് ഐ ഹാവ് ഫൗണ്ട് എ ഫ്ലാറ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഫോർമാറ്റ് എന്താ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. സോ ഇവിടെ ഐ ആയതുകൊണ്ട് ഹാവ് യൂസ് ചെയ്തു. ഐ ഹാവ് എന്നാ പറയാം അല്ലേ. ഐ ഹാവ് ഫൗണ്ട്, ഫൈൻഡിൻ്റെ പാസ്റ്റാണ് ഫൗണ്ട് അല്ലേ. ഫൗണ്ട് എന്താണ് അല്ലേ. സോ V3 ആണ് യൂസ് ചെയ്തത്, എ ഫ്ലാറ്റ്. ഇനി അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. സിമ്പിൾ പ്രസൻറ്റ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്നത്? ഹി സെഡ് ദാറ്റ് ഈ ഐ ഹാവ് എന്നാണുള്ളത്. അപ്പോൾ ഹി പിന്നെ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ അപ്പോൾ ഹി സെഡ് ദാറ്റ് ഈ ഹാഡ് അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. സോ ഹി ഹാഡ് ഫൗണ്ട് എ ഫ്ലാറ്റ്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അവിടെ ഈ ഹാഡ് എന്നുള്ളത് ചേഞ്ച് വരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായ എക്സാമ്പിളാണ് യൂസ് ചെയ്തത്. ഇതിലും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് എക്സാമ്പിൾസൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുക. ഇതേ ഫോർമാറ്റിൽ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഓരോന്നും ഉണ്ട്, അതിനെല്ലാം ഞാൻ പറഞ്ഞു തരും. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിപ്പോർട്ടർ സ്പീച്ച് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പോകുമ്പോൾ വാട്ട് ആർ ദ നെസസറി ചേഞ്ച് ഓഫ് എ സെൻറ്റൻസ് അല്ലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ചേഞ്ചസ് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഷുഡ് ബി ദ ചേഞ്ചസ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. സോ ദെൻ നെക്സ്റ്റ് ചേഞ്ചസ് എന്ന് വെച്ചാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ വാട്ട് ഇസ് ദ ഫോർമാറ്റ് ഓഫ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം. ബീൻ എന്നുള്ളതല്ലേ, BEEN ആണ്. ഞാനിതൊക്കെ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. സോ അതാണ് ഞാനിങ്ങനെ സ്പീഡിൽ പറയുന്നത്. സോ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING അല്ലേ. അപ്പോൾ അവിടെ എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹി സെഡ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഏജസ്. ഹി സെഡ് ഐ ഹാവ് ബീൻ ഹാസ് ഓർ ഹാവിൽ ഹാവ് യൂസ് ചെയ്തു, ഐ ആയതുകൊണ്ട് വെയിറ്റിംഗ് തന്നെയാണ്. for ages. I have been waiting for ages.
എന്നായിട്ട് മാറി. ഇനി അതിൻ്റെ ചേഞ്ചസ് വരുമ്പോൾ എന്തായിരിക്കും? വാട്ട് ആർ ദ ചേഞ്ചസ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലായി മാറും. സോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോർമാറ്റ് ഈസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വേർബ്. സോ ഇവിടെ he said that he had been waiting for ages. ആ ഫോർമാറ്റ് ആദ്യം അനലൈസ് ചെയ്യേണ്ടത് ഫോർമാറ്റാണ്. ഫോർമാറ്റ് ക്ലിയർ ആയിട്ട് കഴിഞ്ഞാൽ എന്താണ്? യു ഷുഡ് ബി ഡു എവറിത്തിങ്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്യാനുള്ള ഈസിയാവും. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ് കൺവേർട്ടിംഗ് ടു സിമ്പിൾ പാസ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് കൺവേർട്ടിംഗ് ടു പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച്, പാസ്റ്റ് പെർഫെക്റ്റ്, ആൻഡ് ലാസ്റ്റ് പറഞ്ഞത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി അടുത്തത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിൻ്റെ ചേഞ്ചസ് എന്തായിരിക്കും എന്നുള്ളത്. സിമ്പിൾ പാസ്റ്റിൽ ഒരു സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഷീ സെഡ് ഐ ലുക്ക് ഇറ്റ് ഹോം വിത്ത് മീ. ഷീ സെഡ് ഐ ടുക്ക് ഇറ്റ്. ടേക്ക് ടുക്ക് ടേക്കൺ ആണ് അല്ലേ. സോ ഐ ടുക്ക് ഇറ്റ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണല്ലേ. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, ഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്, സിമ്പിൾ പാസ്റ്റ് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. വേറൊരു പാസ്റ്റ് പെർഫെക്റ്റ് കൂടെ ആയിരുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലാക്കാൻ നമ്മൾ മാറ്റിയത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റും എന്തിനാണ് മാറുന്നത്? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ഇതിനെ നമുക്ക് മാറ്റാം. ഈ എക്സാമ്പിൾ നോക്കണ്ട, ഇതിൻ്റെ എഴുതി നോക്കണ്ട. എന്താണ്? ഷീ സെഡ് ഐ ടുക്ക് ആണല്ലേ. ഷീ അല്ലേ ഓൾറെഡി പറഞ്ഞത്. അപ്പോൾ ഷീ സെഡ് ദാറ്റ് ഷീ പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. ഷീ ഹാഡ് ടേക്കൺ അല്ലേ. ടേക്ക് ടുക്ക് ടേക്കൺ അല്ലേ. ടേക്കൺ ഇറ്റ് ഹോം വിത്ത് മീ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹെർ അല്ലേ. ഷീ ആയതുകൊണ്ട് മീ എന്നുള്ളത് ഹിസ്സും ഹെറും ആണ് ആവേണ്ടത്. ഇവിടെ ഷീ ആയതുകൊണ്ട് ഹെർ ആണ്. കാരണം ഷീ എന്നുള്ളത് എന്താണ്? ഫെമിനിൻ ജെൻഡർ ആണ്. സോ എന്താണ്? ഹെർ ആയിട്ടാണ് മാറേണ്ടത്. സോ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് എന്തായിട്ട് മാറുമ്പോൾ ഷീ സെഡ് ദാറ്റ് ഇവിടെ ഹി ഹാഡ് ബീൻ ആണ്. ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് മാറിപ്പോയതാണ്. ഷീ ഹാഡ് ബീൻ ആണ് കേട്ടോ. ഷീ ഹാഡ് ബീൻ അല്ല, ഷീ ഹാഡ് ടേക്കൺ ഇറ്റ് ഹോം വിത്ത് ഹെർ. ടൈപ്പ് ചെയ്യുമ്പോൾ മാറിപ്പോയതാണ്. സോറി ഫോർ ദാറ്റ്. ഇവിടെ എന്താണ്? ഹി എന്നുള്ളത് ഷീ ആണ് കേട്ടോ. അടുത്തത്, ഇനി സിമ്പിൾ പാസ്റ്റിൽ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിനെ നമ്മൾ എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് തന്നെയാണ്. അതിന് ചേഞ്ചസ് ഇല്ല. അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഇല്ലാത്ത വേർബ് ഉണ്ട്. ഒന്നും പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനൊന്നും ചേഞ്ച് ഇല്ല. സെയിം അത് തന്നെയാണ് വേർബിൽ വരുന്ന മാറ്റം. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ ടെൻസിലെ മാറ്റങ്ങൾ എന്താണ്? ഹീ സെഡ് ഐ വിൽ ബി ഇൻ പാരീസ് ഓൺ മൺഡേ. ഫ്യൂച്ചറാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? കണ്ടീഷനാണ്. കണ്ടീഷണൽ ഹി വുഡ് ബി ഇൻ പാരീസ് ഇൻ മൺഡേ. ഹി വുഡ് ബി എന്ന് വെച്ചാൽ വുഡിൽ പറയുന്നതായിരിക്കും. കണ്ടീഷണൽ ക്ലോസ് എന്ന് വെച്ചാൽ വുഡ്. കണ്ടീഷണൽ ക്ലോസ്, ഇഫ് ക്ലോസ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അത് അങ്ങനെ റെയർ കേസിലേ വരുള്ളൂ. അപ്പോൾ ഞാനത് കണ്ടീഷണൽ ക്ലോസ് ഒക്കെ ഇവിടെ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാനത് പറയുമ്പോൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ് അതൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടത് ചെയ്താൽ മതി. ഇത്രയും ചേഞ്ചസ് ആണ് ടെൻസിൽ. മീൻസ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ വാട്ട് ആർ ദ നെസസറി ചേഞ്ച് ഇൻ ടെൻസ്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് കാണാം. അധികവും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച് തന്നിട്ട് അതിന് ഇൻഡയറക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ തരിക. അതിൻ്റെ ചേഞ്ചസ് ഇങ്ങനെയല്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.